അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? സുഖമില്ലെങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണം. ഒരാഴ്ചയായി വീഡിയോസ് ഒന്നും വന്നില്ല അല്ലേ. അപ്പം ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടാണ് മക്കൾ ഒരുപാട് കാണിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് റിമൂവ് ചെയ്യേണ്ടി വരും. ഏകദേശം 3 കേക്ക് അടിച്ചപ്പോൾ തന്നെ ഞാനത് റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വന്നു. ഒരു സോങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ അതിൽ വെച്ചിട്ടില്ല. അപ്പം മക്കൾ ഒരുപാട് കാണിച്ചിട്ടും പിന്നെ അതേപോലെ നമ്മളെ ഗ്യാസിൻ്റെ അവിടെ നമ്മളെ പൊന്നുമ്മ നിന്നിരുന്നല്ലോ. നിങ്ങൾ ഇന്നലെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പം അതൊക്കെ ആയിരുന്നു നമുക്ക് കോപ്പിറൈറ്റും സ്ട്രൈക്കും ഒക്കെ കിട്ടും. അപ്പോൾ പിന്നെ അതാണ് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരാഴ്ചൻ്റെ മേലെ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോസ് കാരണം പാക്കിങ്ങിൻ്റെ തിരക്കുമായിരുന്നു കേട്ടോ. നമ്മൾക്ക് 3-4 ദിവസം മുന്നേ ഒരു ഓഫർ വെച്ചിരുന്നു അല്ലേ, കോംബോ ഓഫർ പറഞ്ഞിക്കാണ്ട്. നമ്മളെ പ്രൊഡക്റ്റിൻ്റെ റേറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏകദേശം 3-4 വർഷമായി നമ്മൾ ഈ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെയിലിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമ്മളെ എണ്ണയൊക്കെ അല്ലേ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ആ രീതിയിൽ അന്ന് തുടങ്ങിയാണ് എണ്ണ അല്ലേ. ഫസ്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് എണ്ണയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇന്നും നമുക്ക് ഓരോ വോയിസുകൾ കേൾക്കുമ്പോൾ കേട്ടോ നല്ല മാറ്റമുണ്ട് നമ്മളെ എണ്ണ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം. നമ്മളെ മുടി കൊഴിച്ചിൽ താരന് ഇതൊക്കെ മാറി. പിന്നെ 2 വയസ്സായ കുട്ടികൾക്ക് മുതൽച്ച് ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് തന്നെ യാതൊരു കെമിക്കലും അതുപോലെ നമ്മളെ സ്മെല്ലിനും വേണ്ടി പെർഫ്യൂം കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ ഈ മൈഗ്രെയിൻ്റെ തലവേദനക്ക് കുനം വെച്ച് ഉണ്ടാക്കണോണ്ട് തന്നെ അവർക്കൊന്നും ഈ സ്മെല്ലും അലർജിക്കിലും ഒന്നും പറ്റൂലല്ലോ. അതേപോലെ തണുപ്പിനല്ലടങ്ങിയ സാധനങ്ങളൊന്നും പറ്റില്ല, നീരും കാര്യങ്ങളൊക്കെ വരൂലേ. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരികയാണ് കേട്ടോ. നമ്മളെ ലേഹ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലേഹ്യം 1/2 kg എന്ന് പറഞ്ഞാൽ ആ ബോട്ടിലിൻ്റെ റേറ്റ് നമ്മൾ അതും അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടല്ല നമ്മൾ ലേഹ്യം വിടൽ കേട്ടോ. 500 ലേഹ്യം പറഞ്ഞാൽ ആ ബോട്ടിൽ 35 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഏകദേശം 540 ഗ്രാം ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് അതിൽ കാണിച്ചു തന്നത് കേട്ടോ. അതിൻ്റെ കറക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അതേപോലെ ഹണി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ 400 ഗ്രാം എന്ന് പറഞ്ഞത് കുപ്പിൻ്റെതും എല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആക്കിക്കാണ്ടും അതേപോലെ എക്സ്ട്രാ വെച്ച് കാണ്ടാണ് കേട്ടോ. ഏകദേശം നിങ്ങൾ അതിൽ കണ്ടില്ലേ നമ്മളെ ഹണി ഡ്രൈ ഫ്രൂട്ട്സ് എത്ര ഉണ്ടെന്ന്, 440 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ആ കുപ്പി ആകെ 30 ഗ്രാം ഉണ്ടാവും. പിന്നെ അതിക്ക് എക്സ്ട്രാ നമ്മൾ വെച്ചിട്ട് ഫുഡിൽ നമ്മൾ യാതൊരു ബിസ്ക്കത്തരം കാണിക്കലില്ല കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലേ. അന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സാഹചര്യം അൽഹംദുലില്ലാ റാഹത്തായി പോകുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലായിരുന്ന പോലെ നമ്മളെ പൊടിയൊക്കെ നോക്കി ഏകദേശം 300 ഗ്രാമൊക്കെ വെക്കലുണ്ട് നമ്മൾ കേട്ടോ. 250 ഗ്രാം എന്ന് പറയുമ്പോൾ ബോട്ടിലും പിന്നെ അതിൽ നമ്മളെ വക ഒരു എക്സ്ട്രാ ബിസ്മിയും പറഞ്ഞുകാണ്ടും കൂട്ടിക്കാണ്ടും ഒക്കെ ഞാൻ ആക്കലുണ്ട്. ഈ ഒരു സ്റ്റിക്കറാണ് മക്കളെ. ഇത് വെക്കുമ്പോൾ ഞാൻ വെക്കുമ്പോൾ നന്നാകുക തന്നെയല്ല. കാക്കൂർ ഇതുമാണ് സ്റ്റിക്കറിൻ്റെ പണികളൊക്കെ ചെയ്യൽ കേട്ടോ. പിന്നെ ആരോ ഇന്നലത്തേലും മിഞ്ഞാത്തേലും കമൻറ്റ് ചെയ്തിരുന്നു ആ മോളത്തെ ആ കോട്ടിങ് അത് നമ്മൾ വെക്കലുണ്ട്. നമ്മൾ ലേഹ്യം വാങ്ങണവർക്കൊക്കെ അറിയാം അത് എങ്ങനെയാണ് വെക്കൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എന്നുള്ളൂ കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എങ്ങനെ പാത്തു വെച്ചാൽ ചെയ്യൽ എന്നൊക്കെ ചോദിച്ചു. ഇസ്തിരിപ്പെട്ടി വെച്ച് കണ്ട കേട്ടോ. പിന്നെ ആ യന്ത്രത്തിന് 10,000 15,000 ഒക്കെ വേണമല്ലോ ഉണ്ണിയാളെ. ആ സിൽവർ കോട്ടിൽ വെച്ച് കണ്ട് നമ്മൾ അടപ്പിടൂലേ ആ ഒരു നല്ല കോട്ടിൽ, അതിന് ഏകദേശം നമ്മൾ അതിൻ്റെ യന്ത്രത്തിന് 8-10 ഉറുപ്പ്യകളൊക്കെ വേണം. ഞാനത് ചോദിച്ചു നോക്കിയിട്ടോ. അപ്പോൾ അതിനുള്ള ഒന്നും ഇപ്പം നമ്മളായിട്ടില്ലല്ലോ. അപ്പോൾ ഇസ്തിരിപ്പെട്ടി നല്ലോണം ചൂടാക്കുക, എന്നിട്ടാണ് വെച്ചുകൊടുത്താൽ തന്നെ നല്ല ഉഷാറാവും കേട്ടോ. ആദ്യമായിട്ട് പുതിയ സംരംഭം തുടങ്ങുന്നവർക്കൊക്കെ അച്ചാറിൻ്റെ ചെറിയ ബിസിനസ്സൊക്കെ വീട്ടിൽ തുടങ്ങുമല്ലോ, ഓൽക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം ആളുകൾക്കും അറിയാം. എന്നോടും ചോദിച്ചിരുന്നു ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ. അപ്പം നമ്മളിങ്ങനെ തന്നെ ചെയ്യൽ കേട്ടോ. അതൊക്കെ വാങ്ങലുണ്ട്. കുപ്പി വാങ്ങണോടത്തുനിന്ന് തന്നെയാണ് ഞാൻ അതൊക്കെ വാങ്ങൽ കേട്ടോ. നമ്മൾ ആ വിടുമ്പോൾ ആ വൃത്തിക്ക് തന്നെ വിടൽ. കുഞ്ഞു മക്കളൊക്കെ ഉപയോഗിക്കണല്ലേ നമ്മളെ പൊടി ഗർഭിണികളൊക്കെ. അപ്പോൾ ആ വൃത്തിക്ക് തന്നെ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ കേട്ടോ. അത് കണ്ടോ നമ്മളെ നട്സിൻ്റെ പൊടിയാണ് കേട്ടോ. ഗർഭിണികൾക്കും പാലിൽ കലക്കി കുടിക്കുക. 6 മാസം മുതൽ 10 വയസ്സായ കുട്ടികൾക്ക് വരെ നമുക്ക് ഇത്തിരി ചൂടുള്ള പാലൊക്കെ കലക്കി കുടിക്കാം കേട്ടോ. ഇനി ഇതാ ഇത്രയും പോകാനുണ്ട്. കുറേ പാക്കിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത്രയും പോകാനുണ്ട്. അതൊന്നും പോകില്ല കേട്ടോ. ഒന്നാമത് ഓരോ ദിവസം നമുക്ക് വിടണീന് ഒരു പരിമിതി ഉണ്ട്. ഈ കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ട് പാക്കിങ് ചെയ്യണ്ടേ. രാത്രി നട്ടപ്പാതിരക്കൊക്കെ ഇരുന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓലൊന്നും കൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം അത് വൃത്തിക്കും വെടുപ്പിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓലെ
ഉറക്കി കിടത്തിയിട്ട് നമുക്ക് വാതിലൊക്കെ അടച്ചിട്ടൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഹണി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആദ്യം നമ്മൾ ഒന്ന് തേനിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ആയിട്ട് നമ്മളത് പാക്ക് ചെയ്യണതിൻ്റെ മുന്നിൽ അത് സിൽവർ കോട്ട് ഒട്ടിക്കണതിൻ്റെ മുന്നേ ഒന്നും കൂടി അതിൻ്റെ മുകളിൽ ഇത്തിരി തേനും കൂടി ഒഴിക്കും ഞാൻ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അടങ്ങിയതാണ് നമ്മളെ ഹണി ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ കോംബോ ഓഫർ കഴിഞ്ഞ താത്ത ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം കൂടി വെക്കാമെന്ന് കരുതുന്നുണ്ട്. നല്ലോണം ദിവസമൊന്നും വെക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അറിയാം ഡ്രൈ ഫ്രൂട്ട്സുകൾക്കൊക്കെ ഭയങ്കര റേറ്റുകളാണ്. അപ്പോൾ നമ്മൾ എത്ര മാക്സിമം നമ്മൾ 4 പ്രൊഡക്റ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1/2 kg ലേഹ്യം, അതേപോലെ 200 എണ്ണയും 250 നട്സ് പൊടിയാണ് കേട്ടോ. ആ കുപ്പി 250 നട്സ് പൊടിയാണ്. പിന്നെ 1 kg ലേഹ്യം കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ ആ 1 kg പൊടി എന്താ കുപ്പിയിൽ തന്നെ നട്സിൻ്റെ പൊടി കണ്ടില്ല, അത് 1/2 kg കേട്ടോ. കാരണം ലേഹ്യം കനല്ല, അതാണ് പൊടി കനല്ല. അപ്പോൾ 1 kg ലേഹ കുപ്പിയിൽ നമ്മൾ നട്സ് പൊടി ആക്കിയാൽ 1/2 kg വരുള്ളൂ. 550 ഗ്രാം ഉണ്ടാവും നമ്മളെ നട്സ് പൊടി കേട്ടോ. 500 ഗ്രാമിന് ചോദിക്കണവർക്കൊക്കെ. പിന്നെന്താ, അപ്പോൾ ആ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഒരുപാട് പോകാണ്ട് മാക്സിമം ഞാൻ ഇന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ചിരുന്നു പോസ്റ്റ് സർവീസിലൂടെ വിട്ടുതരുമോ എന്ന്. ഞാൻ അവിടെ ചോദിച്ചിരിക്കണം. അപ്പോൾ ആ പാസ്പോർട്ടും അതും ഇതും ലെറ്ററൊക്കെ വിടുന്നതാണ്. അപ്പോൾ കംപ്ലൈൻ്റ് ആവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ അവരോട് ചോദിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ സമ്മതിക്കണില്ല. അതുകൊണ്ട് DTDC കൊറിയർ കൂടെയാണ് ഈ പ്രാവശ്യത്തെ കൊറിയറൊക്കെ വിട്ടുകണം കേട്ടോ. ഇനി നോക്കട്ടെ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ. അത് നമ്മളെ 1 kg ലേഹിയാണ് കേട്ടോ. ലേഹി എന്തിനാന്ന് ആദ്യമായിട്ട് ഉള്ളവർക്ക് മനസ്സിലാവുണ്ടാവില്ല. നമ്മളെ പീരിയഡ്സ് വേദന, പീരിയഡ്സ് റെഗുലർ ആകാൻ കാര്യമായിട്ട് അസ്ഥിയുരുക്കം കാര്യങ്ങൾ, ഈ വെള്ളപ്പോക്ക് എന്നൊക്കെ പറയും, വൈറ്റ് ഡിസ്ചാർജ്, അധികം ആളുകൾക്കും നമ്മളെ വെള്ളപ്പോക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതിനൊക്കെ എല്ലാതാണ് കേട്ടോ. പിന്നെ പ്രസവിച്ച് കിടക്കണോല് 7 കഴിഞ്ഞാൽ തന്നെ വാങ്ങലുണ്ട്. നന്നായിട്ട് പാലുണ്ടാവും. ഈ പൊടിയും തന്നെ നന്നായിട്ട് പാലുണ്ടാവണ തന്നെയാണ് കേട്ടോ പൊടി. അത് ഒരു ഗ്ലാസ് പാലിലൊക്കെ കലക്കി നല്ലൊരു തടിക്കൊക്കെ ഒരു എനർജി ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താണെന്നോ, യാതൊരു കെമിക്കലും പ്രിസർവേറ്റീവ്സും ഞാൻ ഈ നട്സ് പൊടിയിലൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ. ഒന്നാമത് 6 മാസമായ കുഞ്ഞു മക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ മക്കൾക്ക് എങ്ങനെ കൊടുക്കണം ആ രീതിക്ക് തന്നെ നമ്മൾ കൊടുത്തു വിടൽ കേട്ടോ. ലേഹ ആയാലും ഞാൻ എന്താ കരുതല്, പൂക്കുകയാണെങ്കിൽ പൂത്തോട്ടെ, നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി, നമ്മൾ 2ാമത് റിപ്പീറ്റ് വിട്ടുതരും. മറ്റേത് കെമിക്കലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളെ മക്കൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ട് വരുത്തും. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചകളിലും നമ്മളിവിടെ ഉണ്ടാക്കണമാണ് കേട്ടോ. പിന്നെന്താ, അത് നട്സാണ് കേട്ടോ. 430 ഗ്രാമാണ്, 440 ഗ്രാം ഉണ്ടാവും കേട്ടോ. ആ നട്സിൻ്റെ ഇത് കണ്ടില്ല നിങ്ങൾ, വെറും എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ, ഹണിയല്ല. അത് 500ൻ്റെ ബോട്ടിൽ നിറച്ചുണ്ടാവും. അത് കണ്ടില്ല നിങ്ങൾ, കാക്കു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പം ഇന്ന് ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്നാമോ ഒഴിവില്ല നമ്മളെ ഡേമ ലൈഫ് കാര്യങ്ങളൊന്നും എടുക്കാൻ. അപ്പോൾ ഈ ഉണ്ടാവുമല്ലോ, അങ്ങക്ക് തന്നെ സമാധാനം ഉണ്ടാവില്ല. പൈസ വിടാഞ്ഞാൽ എനിക്കും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുകാണ്ട് അങ്ങോട്ട് റെഡിയാക്കുകയാണ് കേട്ടോ. അത് ഇന്ന് പോകാനുള്ളതാണ്, കുറച്ചും കൂടി പോകാണ്ട്. അതൊക്കെ നമുക്ക് നാളെ നോക്കാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അത് കണ്ടോ, ആ കോംബോ ഓഫറാണ് കാക്കു കിട്ടണതൊക്കെ കേട്ടോ. 4 പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് കാക്കു കിട്ടണമൊക്കെ. കാക്കു തന്നെയാണ് ചെയ്യലൊക്കെ കേട്ടോ. മറ്റേത് എന്താണെന്നോ, നമ്മൾ ആ ബോക്സൊക്കെ വെരിയിപ്പിച്ചൊക്കെ ചെയ്യുക, നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ കാക്കു തന്നെ ചെയ്യും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ നട്സ് പൊടി കണ്ടില്ലേ, 1/2 kg കുപ്പിയിലാണ് 250 ഗ്രാം കേട്ടോ. ഞാൻ അത് കൺഫ്യൂഷനാണ് ആളുകൾക്കൊക്കെ. 1/2 kg ലേഹ്യം 250 നട്സ് പൊടിയും വിടുമ്പോഴേ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്ട് ഇച്ചിങ്ങാണോ വിളിച്ചണാണ്, താത്ത ഇതെന്താ ഇങ്ങനെ 2 കുപ്പിയിൽ. അപ്പം എന്താണെന്നോ, പൊടി കനല്ലാത്താണ് മക്കളെ. അപ്പം നമ്മൾ 1/2 kg കുപ്പിയിൽ നട്സ് പൊടി കൊള്ളും. 1 kg ലേഹ കുപ്പിയിൽ 1/2 kg നട്സ് പൊടി കേട്ടോ. പിന്നെന്താ, ലേഹ്യം വേണ്ടിയോലൊക്കെ വിളിച്ചോളി. പ്രസവിച്ച് കിടക്കണവരൊക്കെ നന്നായിട്ട് പാലുണ്ടാവാനും, അതുപോലെ ഈ തടി ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ലേഹ്യം കഴിച്ചുകാണ്ട് തടി നന്നാകുകയല്ല, ലേഹ്യം കഴിക്കുമ്പോൾ നല്ല വിശപ്പ് വരും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം നല്ല ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും കഴിക്കോണ്ടി കേട്ടോ. ഇത്തിരി പാലോ, രാത്രി കിടക്കുമ്പോൾ 1 ഗ്ലാസ് പാലും 2 മുട്ടയൊക്കെ തിന്നാൻ കഴിയുമെങ്കിൽ അതെല്ലാവരോടും അല്ല കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി മായി തിന്നാൻ കഴിയൂല താത്ത പറയണ്ട. അത് ഈ കല്യാണമൊക്കെ റെഡിയായി നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഓല ഏതായാലും ഇപ്പം അതിന് ഒരുങ്ങി നിൽക്കണതാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ 2 മുട്ടയും 1 ഗ്ലാസ് പാലൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ ലേഹ്യം കഴിക്കുമ്പോൾ കേട്ടോ നല്ല ഫുഡൊക്കെ ഒന്നാണ് കഴിക്കോണ്ടി. പിന്നെ കോംബോ ഓഫർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കുറച്ച് ദിവസം കൂടി വെക്കാമെന്ന് കരുതണ്. വലിയ ലാഭമൊന്നും ഇല്ല കേട്ടോ എനിക്ക്. നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റേ നമുക്ക് കിട്ടുള്ളൂ.
നമ്മൾ ആ ഇറക്കിയ പൈസകളെ കിട്ടുള്ളൂ, നമുക്ക് അതിന്മേൽ വലിയ ലാഭം കിട്ടൂല. കാരണം നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഒറ്റക്ക് പോരുന്ന നമ്മളിത് ഇങ്ങനെ ഓഫർ വെച്ച് കൊടുക്കുമ്പോഴേ ഫുള്ള് നട്സുകൾ, നമ്മളെ ലേഹ്യ ആയാലും നട്സ് പൊടി ആയാലും ഹണി ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും വെറും ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും ഒക്കെ നട്സിൻ്റെ പരിപാടികളല്ലേ. അപ്പോൾ പിന്നെ ഓഫറിൽ കൊടുക്കുമ്പോൾ വലിയ ലാഭമൊന്നുമില്ല. പിന്നെ എന്താണെന്നോ, നമ്മളിത് ഈ കൊടുക്കുമ്പോൾ നമ്മളെ സ്ഥിരം കസ്റ്റമർ ഉണ്ട്, നമ്മളെ എണ്ണ ലേഹ്യമൊക്കെ കഴിക്കുന്ന സ്ഥിരം കസ്റ്റമർ, ഓൾക്ക് വലിയൊരു ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ കിട്ടുമ്പോൾ. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചെയ്യണതിന് ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ എല്ലാം സെറ്റപ്പ് ആക്കല് കേട്ടോ. പിന്നെന്താ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അറിയണ മുത്തുമണികൾ ഒരുപാടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുന്നതും എല്ലാ കാര്യത്തിലും. നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ അത് അൽഹംദുലില്ലാ ഞങ്ങളതൊരു ദിവസം വാങ്ങി നോക്കിക്കാണ്ട് പിന്നെയും കൂടുതൽ വാങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം, നല്ല മാറ്റം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേട്ടോ. കാരണം നമ്മളത് ഒരു പ്രൊഡക്റ്റ് ഇറക്കണത് എന്തിനാ, നമ്മളൊരു കാര്യത്തിന് മാത്രമല്ല, നിങ്ങൾക്കും കൂടി അതൊരു ഉപകാരമാവണം അല്ലേ. നമ്മളൊരു പ്രൊഡക്റ്റ് അപ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക്, അപ്പോഴാണ് നമ്മളെ സക്സസ് കാര്യങ്ങൾ അറിയൽ, നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുമ്പോഴേ. പിന്നെ നമ്മൾ പാക്കിങ് വേണമെങ്കിൽ കണ്ടോളി കേട്ടോ. ഒരു കവറിലിട്ട് ആദ്യം നമ്മൾ ആ ഇൻസുലേഷൻ കൊണ്ട് ഒന്ന് ആ ബോട്ടിലിൻ്റെ മോൾ ഭാഗം നന്നായിട്ട് ഒന്ന് കവറിങ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വലുതൊക്കെ ആണെങ്കിൽ 1 kg ഒരു കവർ ഉണ്ടാവും, ആ കവറിലിട്ടിട്ട് നന്നായിട്ട് കവറിങ് ചെയ്യും. എന്നിട്ട് കാക്കും നന്നായിട്ട് ഈ ഒരു കാർബൺ പേപ്പറിലിട്ട് കാണും നന്നായിട്ട് ഇത് ചെയ്യലാണ് കേട്ടോ. പിന്നെ ദൂരത്തേക്കൊക്കെ കർണാടക ബോർഡ് കാര്യങ്ങൾ ആ ഭാഗത്തേക്കൊക്കെ നമ്മളെ സാധനങ്ങൾ ഒരുപാട് പോലെ ഉണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മളെന്താ, നമ്മളെ ബണ്ണ് ഉണ്ടാവുമല്ലോ, പഴയ ബണ്ണ്, ആ ബൺ മെറ്റീരിയൽസ് ഇട്ടുകാണ്ട് നല്ലോണം നമ്മൾ ടൈറ്റ് ചെയ്യും കേട്ടോ. എന്നാൽ പൊട്ടാണ്ട് എഴുതിയാണ്ട് ഓല ഏറിയലും മറിയലൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങളടുത്ത് എത്തുമ്പോഴത്തേനും അത് പറ്റ അരപ്പായിട്ട് കൈ കിട്ടും. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ തരുന്ന പൈസക്ക് അതിൻ്റേതായ വാല്യൂ നമ്മൾ കണക്കാക്കണ്ടേ. അപ്പം മാക്സിമം നല്ല ഇതേപോലെ സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ വിടൽ കേട്ടോ, കഴിയണ രീതിയിൽ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം, ഡയമ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. എനിക്കിവിടെ ചെയ്യണതിന് ഒരു പരിമിതി ഉണ്ട്. ഒന്നാമത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് കാലത്തിന് വന്നാലേ പെയിൻ്റ് അടിച്ചണ്ടാന്ന് പറഞ്ഞ തന്നെ വീട് കേട്ടോ. മക്കള് ആകെ വൃത്തിയേടാക്കും, നമ്മളെ മക്കളത് നമുക്കറിയില്ല, നമ്മളെ വീടൊക്കെ കാട്ടണ്. അപ്പോൾ പിന്നെ എന്താ, മടങ്ങി പോകുമ്പോൾ വൃത്തിയാക്കിക്കോളും എഴുതി, കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളിട്ടോ, വിളിച്ചിട്ട് കിട്ടണില്ലേ വാട്സപ്പ് ചെയ്തോളിട്ടോ. എല്ലാവരും സാധനം നമ്മൾ വിടും കേട്ടോ, നിങ്ങൾ പേടിച്ചണ്ട. നമ്മളെ മുത്തുമണികൾ ഇതാക്കണം ഇവിടെ കേട്ടോ, 3 ആളും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മഞ്ചേരിക്ക് പോകണം, ക്രിസ്മസ് ആണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, സ്കൂൾക്ക് തൊപ്പിയൊക്കെ വേണമല്ലോ. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.